Ministries. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் கூசிஸ் மினிஸ்ட்ரீஸின் யூடியூப் சேனல் வாயிலாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். இந்த புதிய நாளிலே தேவனாகிய கர்த்தர் நம்மை நினைத்து ஆசீர்வதிக்க விரும்புகிறார். கடந்த நாட்களிலெல்லாம் நம்மை பாதுகாத்து இந்த நாளுக்குள் பிரவேசிக்க நமக்கு இரக்கம் பாராட்டியிருக்கிற தேவாதி தேவனுக்கு ஸ்தோத்திரம் உண்டாவதாக. அவருடைய இரக்கங்களும் அவருடைய தயவும் அவருடைய கிருபையும் நம்மை ஒவ்வொரு நாளும் பின்தொடர்ந்து கொண்டிருக்கிறதினாலே தொடர்ந்து நாம் கர்த்தருக்கு நன்றியுள்ளவர்களாய் இருப்போம். கர்த்தர் நமக்கு சொன்னவைகளையெல்லாம் நிச்சயம் நமக்கு செய்யத்தான் போகிறார். தேவன் செய்ய போகிற அதிசயமான காரியங்களை எதிர்நோக்கி காத்திருப்போம். நம்முடைய நம்பிக்கையிலே விசுவாசத்திலே உறுதியாய் நாம் தரித்திருப்போம். தேவனாகிய கர்த்தர் ஒவ்வொரு நாளும் நம்மோடு பேசும்படியாய் கொடுக்கிற ஒவ்வொரு வார்த்தைகளையும் பற்றி கொள்வோம். ஏனெனில் கர்த்தருடைய ஒவ்வொரு வார்த்தையிலும் ஜீவனுண்டு. அந்த ஜீவனுள்ள வார்த்தைகளை நம்பி காத்திருப்போம். தேவனாகிய கர்த்தர் பெரிய காரியங்களை செய்வாராக. ஆமென். കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തെ വന്ദനത്തെയും പ്രഭാതത്തിൽ അറിയിച്ചു കൊള്ളുകയാണ്. കഴിഞ്ഞ മാസത്തിന്റെ ആരംഭം മുതൽ ഈ മാസത്തിന്റെ അവസാനം വരെ നമ്മളെ കരുതിയ ദൈവം, നമ്മെ സൂക്ഷിച്ച കർത്താവ്, നമുക്കുണ്ടാകുന്ന പ്രയാസ പ്രതിസന്ധികളുടെ മധ്യേ അത്ഭുതം ചെയ്തു നമ്മെ കരുതി സൂക്ഷിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ഈ കാണുന്ന ഇളവിൽ ദൈവം നമുക്ക് സമാധാനം ആശ്വാസമൊക്കെ തന്ന് ആളെണ്ണം കുറയാതെ വണ്ണം ആയുസ്സിന് ദോഷം വരാതെ വണ്ണം കരുതി സൂക്ഷിച്ചു. നമ്മുടെ പ്രയാസത്തിലും കട്ടതയിലും കണ്ണുനീരിലും ഞെരുക്കത്തിലൊക്കെ കൂടെ ഇരുന്ന് അത്ഭുതം ചെയ്തു. ഈ നിലയിൽ മനോഹരമായ പ്രഭാതം കാണുവാൻ നമുക്കായി തന്ന വലിയ ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വിശേഷാൽ ഗോഡ് ഗോസിന്റെ ബന്ധത്തിൽ, മിനിസ്ട്രിയുടെ ബന്ധത്തിൽ ഒരു ദൈവവചന കേൾവിക്കായി, ഒരു ദൈവവചന പഠനത്തിനായി നമ്മൾ ഒരുമിച്ചായിരിക്കുന്നുവല്ലോ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള ഡോക്ടർ തോമസ് അവറുകൾ തന്റെ കുടുംബം, തന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സഞ്ചരിക്കുന്ന, ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാർ, പ്രാർത്ഥനാ വീരന്മാർ, പ്രാർത്ഥനാ പോരാളികൾ, പ്രയർ സെല്ലുകൾ കണ്ടക്ട് ചെയ്യുന്ന ബഹുമാനമുള്ള അഭിഷിക്തന്മാർ, സഭാതലത്തിൽ ശോഭിക്കുന്ന ബഹുമാനമുള്ള അഭിഷിക്തന്മാർ, കുടുംബങ്ങൾ, അവരോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആലയത്തിന്റെ വേലക്കാർ, മിനിസ്ട്രിയുടെ ബന്ധത്തിൽ അധ്വാനം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ അഭിഷിക്ത കുടുംബങ്ങൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ. നിങ്ങളുടെ ശുശ്രൂഷയിൽ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുകയും അനന്തരം തന്നെ ക്രിസ്തുവിന്റെ വേലയിൽ അധ്വാനം ചെയ്യുന്ന നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുള്ള നിത്യതലാക്കാക്കി നിങ്ങളുടെ പ്രയാണം തുടരട്ടെ. മുമ്പിൽ ഒത്തിരി പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ആകുല ചിന്തകൾ ഉണ്ട് എങ്കിലും
നമ്മുടെ വീണ്ടെടുപ്പുകാരനും കർത്താവും നമ്മോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഭൂമിയിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ജയാളിയായി, ജയവീരനായ, അത്ഭുതം ചെയ്യാൻ, വീര്യം പ്രവർത്തിപ്പാൻ, നമ്മെ കൈപിടിച്ച് നടത്താൻ കരുത്തും ചങ്കുറപ്പുമുള്ള ഒരു കർത്താവിന്റെ മക്കളാണ് നമ്മളൊക്കെ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു. നമ്മൾ പണ്ടേ വേണ്ടാത്തവരായിരുന്നു. പാപത്തിന്റെ പങ്കുലതയിൽ അല്ലെങ്കിൽ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ ആണി വീണവരായിരുന്നു നമ്മളൊക്കെ. ബന്ധുക്കളും ചാർച്ചക്കാരും കൂട്ടുവേലക്കാരും സഭാവിശ്വാസികളൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞു. ഒരുപക്ഷെ അപ്പനും അമ്മയും നമ്മുടെ ജന്മം കണ്ട്, നിന്റെ തല കണ്ട ശേഷം അല്ലെങ്കിൽ നീ ജനിച്ച ശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്ര പ്രയാസ പ്രതിസന്ധികൾ വന്നു എന്ന് നമ്മുടെ മുഖത്തു നിന്നൊക്കെ പറഞ്ഞിരിക്കാം. മേ ബി. അതൊന്നും വകവയ്ക്കാൻ നമ്മുടെ ആവശ്യങ്ങൾ എറിഞ്ഞ് സ്വർഗം തുറന്ന് നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ കൂടെ ചാരത്ത് വന്നു നിന്നുകൊണ്ട് മകനെ മകളെ എന്ന് വിളിച്ച് ആശ്വസിപ്പിച്ച് നമുക്കൊരു പുത്തൻ പാഠം നമുക്ക് തന്നു. ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തി. വിശ്വാസത്തിന്റെ ജീവിതത്തിലേക്ക്, വിശ്വാസത്തിന്റെ വഴിത്താരകളിലേക്ക് ഒരു കുഞ്ഞിനെ കൈപിടിച്ച് നടത്തുന്നത് പോലെ പഠിപ്പിച്ചു, നടത്തി, അഭ്യസിപ്പിച്ചു. ഏമേൻ. അതാണ് ഞാൻ ആ വാക്കു ആവർത്തിച്ച് പറഞ്ഞ കരുത്തും ചങ്കുറപ്പുമുള്ളൊരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തെ വേണ്ടെന്ന് പറയും. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വിറ്റ് പണമാക്കും. ഈ കാലഘട്ടത്തിൽ ദൈവത്തെ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അത്ഭുത സമയത്താണ് നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. ചിലർക്കിതൊരു ബിസിനസ്സാണ്. ഏമേൻ. ചിലർക്കിതൊരു വാക്കാണ്. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് വേദപുസ്തകം ഒരു വഴികാട്ടിയാണ്. ചിലർക്കൊരു സർട്ടിഫിക്കറ്റ് ആണ് വേദപുസ്തകം. ചിലർക്ക് കൊണ്ടു നടക്കാൻ പറ്റിയൊരു പുസ്തകം. നോ. യോഹന്ന സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം തുടങ്ങുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമാകുന്നു. ആ വചനത്തിന്റെ വക്താവും ആ വചനത്തിന്റെ കാര്യസ്ഥലമായ പരിശുദ്ധാത്മാവ് ഈ പകൽ നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ, സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ, സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാ ബഹുമാനമുള്ള പ്രിയപ്പെട്ടവർക്കും, ഈ ശബ്ദം കേൾക്കുന്ന എന്റെ എല്ലാ കൂടപ്പിറപ്പുകൾക്കും, എല്ലാ സഹോദര വൃന്ദങ്ങൾക്കും, ജാതി മത ഭേദ വർണ്ണ വർഗ സഭാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ എന്റെ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. വേഗത്തിൽ നമുക്കൊരു വചനത്തിന്റെ ചിന്തയിലേക്ക് വരും. ഇതൊരു ആധികാരിക പ്രസംഗമല്ല, ഇതൊരു ആധികാരിക പഠനവുമല്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ തന്നൊരു ചിന്ത ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ചിന്തയുടെ ഭൂരിഭാഗവും ദയവായി നിങ്ങൾ കേട്ട് അതിനെ അനുസരിക്കണമെന്നല്ല, അതിനെ അംഗീകരിക്കണമെന്നല്ല, അതിലോട് ചേർന്ന് വരുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നോക്കാം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നൊരല്പ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്ത് തന്നത്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള തിരുവചന വേദഭാഗങ്ങൾ. അവിടെ ഇപ്രകാരം ആ വേദഭാഗം നമ്മൾ പഠിക്കുകയാണ്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ചു ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചു, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി, ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ് ഈ രാവിലെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പൊ ചോദിക്കാം, പിന്നെ ഒരു വാക്യം ഇങ്ങനെ നമ്മെ പ്രചോദനപ്പെടുത്തുന്നുണ്ടല്ലോ. വാസ്തവമായി വേദപുസ്തകത്തിലെ വാക്യങ്ങൾ മുഴുവനും
പ്രചോദനവും ആത്മബലവും പകരുന്നതാണ്. ആമേൻ. വാക്യം ഇപ്രകാരമാണ്: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായിരിക്കുന്നു. തെറ്റിദ്ധരിക്കരുതേ. ഈ വാക്യം പലരും ചില പാപപ്രവർത്തികൾക്ക് വേണ്ടി, ചില പാപരഹസ്യ പാപങ്ങൾക്ക് വേണ്ടി ഇതിന് ഉപയോഗിക്കാറുണ്ട്. ഇതൊരു കൾട്ടല്ല, ഇതൊരു ദുരുപദേശവുമല്ല. എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുന്നു, ദൈവകൃപയിൽ ജീവിക്കുന്നു, ഏതെങ്കിലും പെന്തക്കോസ്ത് സഭയുടെ അംഗമായി തീരുന്നു, കർത്തൃമേശ അനുഭവിക്കുന്നു, പാടുന്നു, അന്യഭാഷ പറയുന്നു, പറ്റിയാൽ പ്രസംഗിക്കുന്നു, പറ്റിയാൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ബട്ട് ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ഈ വചനവുമായി ഒരു ബന്ധവുമില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലായാൽ ന്യൂബോൺ, പുതിയ സൃഷ്ടി. ആമേൻ. പഴയത് കഴിഞ്ഞുപോയി. എന്നാൽ എല്ലാവരുമല്ല, എന്നാൽ ഒരു 50% നമ്മളെ പ്രിയപ്പെട്ടവരുടെ കയ്യിലും പഴയ സകല കാര്യവും വെച്ചിട്ടുണ്ട്. വ്യക്തിപരമായി നമ്മൾ ഇടപെടുമ്പോഴേ അറിയത്തുള്ളൂ. ഭയങ്കര വിശ്വാസം എന്ന് പറയും, ഭയങ്കര തീഷ്ണമായ ജ്വാല എന്ന് പറയും, വേദപുസ്തകം 1-2 പ്രാവശ്യം വായിച്ചവരാണെന്ന് പറയും. ഏതെങ്കിലും ഒരു സാഹചര്യം പറഞ്ഞാൽ അതിന്റെ കറക്റ്റായ വേദഭാഗവും റെഫറൻസും ഒക്കെ തെരഞ്ഞെടുത്ത് തരും, വായിക്കുകയും ചെയ്യും. ഏതെങ്കിലും ഒരു വാക്യത്തിന്റെ ആദ്യത്തെ അക്ഷരം പറഞ്ഞാൽ തപ്പിപ്പിടിച്ച് വേഗത്തിൽ അത് വായിക്കുകയും ചെയ്യും. ഒരുപക്ഷെ വെള്ളവസ്ത്രധാരി ആയിരിക്കാം, ഒരുപക്ഷെ മീശ ഇല്ലാത്തവരായിരിക്കാം, ഒരുപക്ഷെ ഉള്ളവരായിരിക്കാം, ഒരുപക്ഷെ ആഭരണമുള്ളവരായിരിക്കാം, ഇല്ലാത്തവരായിരിക്കാം. എനിവേ, ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യത്തിൽ നമ്മൾ ആരും ഇടപെടാറില്ല. അവർ ക്രിസ്തുവുമായി ബന്ധത്താണ്, ദൈവവുമായ നിരപ്പിലാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടു എങ്കിലും ഇവർക്ക് പഴയ മനുഷ്യനെ, ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പെയുള്ള പഴയ ജീവിതത്തെ ഒരിക്കലും കളയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരെ കണ്ട് വേഗത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിന് നമ്മൾ അകപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാതിരിക്കുമ്പോൾ, പരിഹരിക്കപ്പെടാം ഒരു പക്ഷേ ഈ കൂട്ടർ പരിഹരിക്കാൻ സമ്മതിക്കത്തില്ല. അവർ അതിനെ ഊതിപ്പെരിപ്പിച്ച് ഒരു കുഞ്ഞു കടുകുമണി പോലത്തെ പ്രശ്നത്തെ വലിയൊരു മല പോലെയാക്കി തീർക്കും. നമ്പർ 2, ആലയത്തിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ വളരെ സ്തോത്രം പറച്ചിലും അന്യഭാഷ പറച്ചിലും ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇവർ ചന്ത സ്ഥലത്ത് നിന്നാൽ യേശുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. ആമേൻ. അവരേതെങ്കിലും വേർപാട് വീട്ടിൽ ചെന്നാൽ യേശുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. പോട്ടെ, അവരൊരു വിവാഹ വീട്ടിൽ ചെന്നാൽ അവരുടെ സ്വഭാവവും പെരുമാറ്റവും സംസാരം കേട്ടാൽ യേശുവിനെ ഇവർക്ക് അറിയത്ത് പോലുമില്ല. ഇതേ കക്ഷികൾ, ഇതേ പുള്ളികൾ ദൈവസഭയിൽ വന്നാൽ ഒരുപക്ഷെ പാസ്റ്റർ ഒന്ന് ഇരുന്നെങ്കിൽ എനിക്ക് പുൽപ്പുറ്റിൽ കയറി നിന്നത് പ്രവചിക്കാൻ തോന്നും എന്നുള്ള നിലയിലായിരിക്കും അവരുടെ ബഹളമൊക്കെയും സഭയ്ക്കകത്ത്. ചോദ്യം, നമ്മൾ ഏത് മനുഷ്യനെയാണ് ധരിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. വാക്യം നമ്മൾ പഠിച്ചത് ക്രിസ്തുവിന് അനുരൂപമായി അല്ലെങ്കിൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട, ആദിയിൽ സൃഷ്ടിക്കപ്പെട്ട. ആമേൻ. നമുക്ക് വാക്യമൊക്കെ ആ സംഭവങ്ങളൊക്കെ നമുക്ക് നന്നായി അറിയാം, വിവരിക്കുന്നില്ലെങ്കിലും ഒന്നും ഞാൻ കമ്പിവാചകം പോലെ പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. അവൻ നിലത്തെ പൊടിയെടുത്തു, ഒരു രൂപമുണ്ടാക്കി, അതിൽ ജീവശ്വാസം ഊതി, അത് ജീവനുള്ള ദേഹിയായി തീർന്നു. അതിന് മുമ്പിലത്തെ വാക്യം, ആമേൻ, തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. നമ്മളൊക്കെ ദൈവം സൃഷ്ടിച്ച ഒറിജിനൽ പ്രോഡക്റ്റ് ആണ്. അങ്ങനെ ഉള്ളവർക്ക് ഹല്ലേലൂയ. മൃഗത്തെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, പറവകളെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, മത്സ്യങ്ങളെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, ഭീകരമായ ആനയെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു.
ഈ ഉറുമ്പിനെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, പൂക്കളെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, കായ്കളും ഫലങ്ങളും ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, ഇഴജന്തുക്കൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സകലത്തെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. മനുഷ്യനെ മാത്രം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചില്ല. മനുഷ്യനെ അവനുണ്ടാക്കി തന്റെ ഇഷ്ടത്തിന്. കണ്ണും മൂക്കും വായും പല്ലും കൈയും നഖങ്ങളും ഒക്കെ വെച്ചു ക്രിസ്തുവിനെ ഇഷ്ടമുള്ളതുപോലെ നമ്മെ നിർമ്മിച്ചു. നമ്മളോ ക്രിസ്തുവിൽ നിന്നും അകലാൻ വേണ്ടി കൗശല ബുദ്ധി ഏറെ ഉള്ളവരായി നാം തീർന്നു. വാക്യം ആവർത്തിച്ച് വായിക്കുന്നു. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഈ വാക്യം നമ്മൾ ഈ പ്രഭാതത്തെ നമ്മൾ ചിന്തിച്ചാൽ, വാസ്തവമായി നമ്മുടെ കയ്യിലിരിക്കുന്ന സൃഷ്ടികൾ മുഴുവനും നാം സൃഷ്ടിക്കപ്പെടുന്ന ജീവിതത്തിൽ ഭാര്യയുടെ മുമ്പിൽ, ഭർത്താവിന്റെ മുമ്പിൽ, സഭാവിശ്വാസികളുടെ മുമ്പിൽ, ശുശ്രൂഷയുടെ മുമ്പിൽ, ബന്ധുക്കളുടെ മുമ്പിൽ, അയൽവക്കക്കാരുടെ മുമ്പിൽ, ചാർച്ചക്കാരുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ, എക്സെട്ര നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ മുമ്പിൽ നാം സൃഷ്ടിക്കപ്പെടുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള സൃഷ്ടികളാണോ? ഇതെന്റെ ചോദ്യമാണ്. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള സൃഷ്ടികളാണോ? നമ്മുടെ ചിന്തകൾ ദൈവത്തിന് ഇഷ്ടമുള്ള ചിന്തയാണോ? നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളാണോ? നമ്മുടെ നടപ്പ്, നമ്മുടെ സ്വഭാവം, നമ്മുടെ വീട്ടിലെ ജീവിത രീതിയൊക്കെ ദൈവാനുരൂപമായി ദൈവം ആഗ്രഹിക്കുന്ന നിലയിലാണോ? ആമേൻ. വിരോധമില്ലെങ്കിൽ ഈ പ്രഭാതത്തിലൊന്നും മടങ്ങി വന്നാൽ നന്നായിരിക്കും. ഹല്ലേലൂയ. കണ്ടോ, ഈ വാക്യം ഈ പ്രഭാതത്തിൽ നമ്മോട് വാദിക്കുന്നത്, ഞാൻ സൃഷ്ടിച്ച എന്റെ മകൻ, എന്റെ മകൾ. ഒരുപക്ഷെ നമ്മളൊക്കെ ഇപ്പൊ നമ്മുടെ മുഖത്തോട് മുഖം നോക്കിയാൽ കറുത്തതോ വെളുത്തതോ, പൊക്കമുള്ളതോ പൊക്കമില്ലാത്തതോ, വണ്ണമുള്ളതോ വണ്ണം കുറഞ്ഞതോ, മുടി നീണ്ടതോ മുടി നീളം കുറവായതോ, ഹല്ലേലൂയ, നല്ല ഹാൻസം ആയതോ, നമ്മളെ പഠിപ്പുള്ളതോ വിവരമുള്ളതോ, പണമുള്ളവരോ, വണ്ടിയോ കാറോ ബംഗ്ലാവോ വീടോ സകലതും ഉള്ളവരോ ആയിരിക്കാം. ആമേൻ. അതൊന്നും ഈ വചനത്തിന് വിരോധമല്ല. പ്രൈസ് ദി ലോർഡ്. സമ്പന്നരായി ജീവിപ്പാൻ ക്രിസ്തു വിളിക്കുന്നത് വരെ ഭക്ഷിച്ചും പാനം ചെയ്തും ആരാധിച്ചും യാത്ര ചെയ്തൊക്കെ ജീവിപ്പാൻ ദൈവം നമുക്ക് അവസരം തന്നിട്ടുണ്ട്. പക്ഷേ ചില സൈൻ ബോർഡുകൾ ചില സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അവിടെ എങ്ങും പോകാതിരിപ്പാനും ദൈവം നമ്മുടെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മടങ്ങി വരാം. ദൈവാനുരൂപമായ പുതിയ സൃഷ്ടികൾ. ആമേൻ. എന്താണ് ദൈവാനുരൂപമായ പുതിയ സൃഷ്ടികൾ? നോക്കാം നമുക്ക്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുന്നുവല്ലോ. അർത്ഥാൽ തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം എന്ന് പറഞ്ഞാൽ, കർത്താവ് നമ്മെ ഏതു വിധമാണ് സൃഷ്ടിച്ചത് അതുപോലെ ഒറിജിനൽ. പ്രൈസ് ദി ലോർഡ്. പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, പഴയ മനുഷ്യന് എന്തില്ല? പരിജ്ഞാനം ഇല്ല. ദ ഓൾഡ് മാൻ, അവന് പരിജ്ഞാനം ഇല്ല. വചനം. അപ്പൊ ചോദിക്കാം, ഞാൻ ജ്ഞാനത്തോടും ഞാൻ ബുദ്ധിയോടും കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുവല്ലോ നമ്മുടെ ബുദ്ധി. പക്ഷെ ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമ്മളിൽ വേണമെങ്കിൽ
പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് സ്വാഭാവികമായ പാപത്തെ ഉപേക്ഷിച്ചിട്ട് അറിഞ്ഞുകൊണ്ടും അറിഞ്ഞും ചിന്തിച്ചും പ്രവർത്തിക്കും അറിയാൻ നമുക്ക് വിവരിക്കേണ്ട കാര്യമില്ല. ഈ പാപത്തെ ഉപേക്ഷിച്ചിട്ട് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ രക്തത്തിൽ കഴുകൽ പ്രാപിക്കണം. അർത്ഥാൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഹൃദയത്തിൽ ക്രിസ്തുവിനെ അംഗീകരിക്കണം. ക്രിസ്തുവിന്റെ വഴിയെ നടക്കണം. പരിശുദ്ധാത്മ കാര്യസ്ഥന്റെ ഇഷ്ടപ്രകാരം ജീവിതങ്ങളെ ക്രമീകരിക്കണം. ഒരിക്കലും പഴയ മനുഷ്യനായി നാം ജീവിക്കുകയാണെങ്കിൽ പുതിയ സൃഷ്ടിയാകാൻ നമുക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. അതിന്റെ ബി ഭാഗം നമ്മൾ വായിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ അടുത്ത ബി ഭാഗം നമ്മൾ വായിക്കുകയാണ്. നമ്മൾ നേരത്തെ വായിച്ചത് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ നീ പുതിയതാകാൻ വേണ്ടി വെയിറ്റിംഗ് ദ ജീസസ് ക്രൈസ്റ്റ്. പുതിയതാകാൻ വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുകയാണ്. ധരിക്കുന്നുവല്ലോ. ആമേൻ. വിഭാഗം അതിൽ യവനനും യഹൂദനുമെന്നില്ല. ആമേൻ. അതിൽ യവനനും യഹൂദനുമെന്നില്ല. പരിച്ഛേദകനും അഗ്രചർമ്മവും എന്നില്ല. ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നും ഇല്ല. ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. ഒരിക്കൽ കൂടെ, അതിൽ യവനനെന്നില്ല, യഹൂദനെന്നില്ല, അഗ്രചർമ്മമില്ല, ബർബരനില്ല, ശകനില്ല, ദാസനില്ല, സ്വാതന്ത്രനില്ല. എല്ലാവരിലും എല്ലാമാകുന്നത് കർത്താവാകുന്നു. ഇപ്പോൾ ഭൂമിയിൽ ഒത്തിരി ജാതിയുണ്ട്. ആമേൻ. പലരും പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ ഏകജാതനായ ക്രിസ്തുവിൽ നമ്മൾ ഒന്നാകുന്നു. ക്രിസ്തുവിന്റെ പാനപാത്രം വാഹകരാകുന്നു. അവന്റെ മരണത്തെ എല്ലാ മാസവും ആദ്യത്തെ സൺഡേ ഞാൻ പ്രസ്താവിക്കുന്നു. ആമേൻ. ഉടനെ ചാടി ഒരു വചനം കൂടെ പറയും. ആമേൻ. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും ഒരു ജാതിയും, അറിയാമല്ലോ. ഒരു ജാതിയും. ഒരു ചെറിയ രഹസ്യം ഞാൻ പറഞ്ഞു തരട്ടെ. രസകരമായ ഒരു വാക്ക്. ഒരു അതർജാതിയിലുള്ള കൺവേർട്ട് ആയിക്കൊള്ളട്ടെ, എനിവേ ക്രിസ്തുവിലായി എന്ന് വിശ്വസിക്കുക. അവർ കർത്താവിനെ അറിഞ്ഞു, അവരുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു. കർത്തൃദാസനോട് പറഞ്ഞു, സ്നാനത്തിന് വേണ്ടി ക്രമീകരണം സംഭവിച്ചു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, തിരുമേശയിൽ അംഗമായി തീർന്നു, സഭയിലെ കമ്മ്യൂണിറ്റി മെമ്പറായി തീർന്നു, വിശ്വാസ ജീവിതം മുമ്പോട്ട് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്കൊരു മകനുണ്ട് എന്നിരിക്കട്ടെ. അവൻ ITA പാസോ BCom പാസോ BA കാരനോ ഒരു ജോലിക്കാരനോ എന്നും ഇരിക്കട്ടെ. അതർ ജാതിയിലുള്ള ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ഈ അപ്പനും അമ്മയും ഒരു പെണ്ണ് ചോദിക്കാൻ ചെന്നാൽ അനുഭവമുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോ പറയും, പാസ്റ്റേ കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ ജാതി മാറി കെട്ടുക എന്ന് പറഞ്ഞത് അളിയൻ സമ്മതിക്കില്ല. അളിയൻ സമ്മതിച്ചാലും മാമൻ സമ്മതിക്കില്ല. മാമൻ സമ്മതിച്ചാലും എൻ്റെ ഭാര്യയെ അനിയത്തി സമ്മതിക്കില്ല.
എൻ്റെ ഭാര്യ ഒരു അനിയത്തി സമ്മതിച്ചാലും നാട്ടുകാരി എന്നാ പറയും പാസ്റ്ററെ? ഇതേ അഭിഷിക്തൻ പ്രസംഗിച്ചപ്പോൾ ഈ തള്ളയും മക്കളും നടുതളത്തിൽ, സഭയുടെ നടുതളത്തിൽ അവിടെ കിടന്ന് അന്യഭാഷ പറഞ്ഞ് ഉരുണ്ട് അപ്പുറത്തിരിക്കുന്ന ബേബി ആന്റിയുടെ ബൈബിളൊക്കെ ചവിട്ടിമറിച്ച് ഇപ്പുറത്തിരുന്ന ബിജു ബ്രദറിന്റെ വാട്ടർ ബോട്ടിലൊക്കെ ചവിട്ടിമറിച്ച് ആരാധിച്ചവരാണ് ഒരു ജാതിക്കാർ. ഞാൻ ഹൃദയം തുറന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു പോട്ടെ. നമ്മൾ എങ്ങോട്ടാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം? എങ്ങോട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ എന്ത് ലാഭം കൊയ്യാനാ നമ്മൾ ക്രിസ്തുവിനെ സർട്ടിഫിക്കറ്റ് ആക്കിയെടുത്തത്? ഹല്ലേലൂയ, ആമേൻ. ഏത് രീതിയിലാ നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ ക്രമീകരിക്കുന്നത്? വചനം പറയുന്നു, അതിൽ അഗ്രചർമ്മി എന്നില്ല, യഹൂദൻ എന്നില്ല. അറിയാലോ, യഹൂദൻ, യവനൻ അറിയാലോ നമുക്ക്. ശകൻ എന്നില്ല, ബർബരൻ എന്നില്ല, ദാസൻ എന്നില്ല, സ്വതന്ത്രൻ എന്നില്ല. ഇപ്പൊ ചോദിക്കാം, യഹൂദന്മാർക്ക് മാത്രമാണോ പുതിയ സൃഷ്ടി? നോ. പെന്തക്കോസ്തുകാർക്ക് മാത്രമാണോ? അല്ലെന്നേ. AG-കാർക്ക് മാത്രമാണോ? IBC-കാർക്ക് മാത്രമാണോ? CSI-കാർക്ക് മാത്രമാണോ? ലൂതർ ചർച്ചിനാർക്ക് മാത്രമാണോ? സാൽവേഷൻ ആർമിക്കാർക്ക് മാത്രമാണോ? ബൈബിൾ ഫെയ്ത്തുകാർക്ക് മാത്രമാണോ? എക്സെട്ര ലോകത്തെ വെല്ലുന്ന വലിയ മിനിസ്ട്രികൾക്ക് മാത്രമാണോ? അല്ല. കാര്യമൊക്കെ ശരിയാണ്. ആരാധനയും അന്യഭാഷയും കയ്യടിയും സ്നേഹചുംബനവും ഭക്ഷണവും ഒക്കെ ശരിയാണ്. ഒരുപക്ഷെ ഈ കക്ഷികൾ സഭയുടെ സെക്രട്ടറിയോ ഖജാൻജിയോ കമ്മ്യൂണിറ്റി മെമ്പറോ അല്ലെങ്കിൽ കമ്മിറ്റിയെ തീരുമാനിക്കുന്നവരോ സഭയിൽ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ സഭയിൽ ഒരു ആരാധന ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചാൽ ഉടനെ ദൈവദൂത് പറയുന്നവരോ ആയിരിക്കാം. പക്ഷെ പച്ചയായ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർ ജാതി മാറത്തില്ല. ഹല്ലേലൂയ. ഈ രാവിലെ എന്റെ പ്രഭാഷണം ജാതി മാറാൻ വേണ്ടിയല്ല, മനസ്സ് മാറാൻ വേണ്ടി. ഈ രാവിലെ നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ സർട്ടിഫിക്കറ്റ് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയല്ല, നിങ്ങളെ ഹൃദയം കൺവെർട്ട് ചെയ്യാൻ. ഹല്ലേലൂയ. എന്റെ പൊന്നു സഹോദരവർഗങ്ങളെ, എന്റെ പൊന്നു അഭിഷിക്തന്മാരെ, എന്റെ പൊന്നു പ്രാർത്ഥന വീരന്മാരെ, ക്രിസ്തുവിനെ ധരിച്ചാൽ, പുതിയ മനുഷ്യനാകാൻ തീരുമാനിച്ചുറച്ചാൽ, ഗലാത്യലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണം. വായിക്കാം. ആത്മാവിന്റെ ബലമോ സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. പുതിയ മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട്? ഇതൊക്കെ ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഉള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് നോക്കാം. പുതിയ മനുഷ്യനെ ധരിക്കുക വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുക. പുതിയ മനുഷ്യനെ ധരിച്ചാൽ ചീത്ത പറയാൻ പറ്റത്തില്ല, അടിക്കോ അക്രമത്തിന് പോകാൻ പറ്റത്തില്ല, മദ്യപാനത്തിന് പോകാൻ പറ്റത്തില്ല, സ്വരക്കൂത്തിന് പോകാൻ പറ്റത്തില്ല, വേശ്യാവൃത്തിക്ക് പോകാൻ പറ്റത്തില്ല, കഞ്ചാവ് വലിക്കാൻ പറ്റത്തില്ല, പാൻപരാഗ് വെക്കാൻ പറ്റത്തില്ല, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാൻ പറ്റത്തില്ല, മദ്യം വാറ്റാൻ പറ്റത്തില്ല, അത് കുടിക്കാൻ പറ്റത്തില്ല, സ്റ്റാമ്പ് വെക്കാൻ പറ്റത്തില്ല, കോള് വയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇത്യാദി കാര്യങ്ങളൊന്നും പോകാൻ പറ്റത്തില്ല. നാവടക്ക് ജീവിക്കേണ്ടി വരും, മാന്യതയോടെ സംസാരിക്കേണ്ടി വരും, ദൈവത്തെ ഭജിച്ച് ദൈവത്തിന്റെ വഴിയെ നടക്കേണ്ടി വരും.
ക്രിസ്തുവിന് അനുരൂപമായി ജീവിക്കേണ്ടി വരും. ഇതൊന്നും വയ്യാത്തവന്റെ പേരാണ് പഴയ മനുഷ്യൻ. നാം മുമ്പേ വായിച്ച വാക്യം, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പുതുക്കം പ്രാപിപ്പാൻ നമുക്കൊരുങ്ങാം. പുതുക്കം പ്രാപിപ്പാൻ നമുക്കൊരുങ്ങാം. പുതിയ മനുഷ്യൻ സാഹചര്യം വരുമ്പോൾ മാറുന്നവനല്ല. പുതിയ മനുഷ്യൻ സ്റ്റേൺ ബൈ സ്റ്റേൺ അവൻ ഉറച്ചു നിൽക്കും. പഴയ മനുഷ്യൻ സാഹചര്യത്തിന് അനുരൂപമായി മാറും. കാറ്റത്ത് ഉലയുന്ന ഓട പോലെ. ആമേൻ. പള്ളിയിൽ നോക്കിയാൽ അവിടെ കാണും, ഉത്സവ പറമ്പിൽ നോക്കിയാൽ അവിടെ കാണും, അടിപിടിക്ക് പോയാൽ അവിടെ കാണും, വഴക്കാളിയുടെ കൂട്ടത്ത് അവിടെയും കാണും, തെറി പറയുടെ കൂട്ടത്ത് അവിടെയും കാണും. പാസ്റ്ററി മച്ചന്മാരെ കാണുമ്പോൾ മടത്തകെട്ടൊക്കെ താഴ്ത്തിട്ട് സാരിത്തലയൊക്കെ തലയിൽ പിടിച്ചിട്ട് ഷർട്ടൊക്കെ നേരെയിട്ട് വസ്ത്രമൊക്കെ നേരെയിട്ട് ആമേൻ പ്രൈസ് ലോർഡ് വളരെ ബഹുമാനത്തോടെ ഭയഭക്തിയോടെ നിൽക്കും. പ്രാർത്ഥിക്കുന്ന, പ്രവചിക്കുന്ന ദൈവത്തിന്റെ ആത്മാവുള്ള അഭിഷിക്തനാണെങ്കിൽ നിന്നെ വിവേചിക്കാൻ വലിയ താമസമൊന്നും വേണ്ട. മടങ്ങി വരാം. പുതിയ മനുഷ്യനെ നമുക്ക് ധരിക്കാം. ഒരുപക്ഷെ പ്രയാസ പ്രതിസന്ധികളാണ് ഈ പ്രഭാതത്തിലെ വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അരുക്കൾക്കിടയിൽ ആഹ്വാനം ചെയ്യുന്നു, നമുക്കൊന്ന് ക്രിസ്തുവിൽ മടങ്ങി വരാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗത്തിലെ പിതാവേ, ഈ മനോഹരമായ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ കഷ്ടതയിൽ നിന്നും കണ്ണുനീരിൽ നിന്നൊക്കെ വിടുവിച്ച് കാത്ത് ആളെണ്ണാൻ കുറയ്ക്കാതെ വണ്ണം, ആത്മാവിന് ദോഷം വരാതെ വണ്ണം, ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ വരാതെ വണ്ണം വന്നപ്പോഴും അതിനെ പരിഹരിച്ച് ഈ മനോഹരമായ പ്രഭാതത്തെ ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തി ഞങ്ങളുടെ വലിയ അത്ഭുതത്തിനായി സ്തോത്രം. ഞങ്ങൾ കേട്ട തിരുവചന സത്യങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ വിചിന്തനം ചെയ്യുകയാണ്. അങ്ങ് സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനാകാൻ ഞങ്ങൾ അധികം വാഞ്ചിക്കുന്നു. അതിന് വഴിപാടുകൾ ദൈവം തുറക്കണം. ഈ സന്ദേശം കേട്ട ബഹുമാനമുള്ള എല്ലാ കുടുംബങ്ങൾക്കായി ഞാൻ ഈ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം വരെ കരുതണം. പട്ടിണിയും പ്രയാസ പ്രതിസന്ധികളുടെ മധ്യേ അവർക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവരെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, മാതാപിതാക്കളെ അനുഗ്രഹിക്കണം, വിവാഹ പ്രായമെത്തെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, കൈക്കുഞ്ഞുമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തിൽ. ആരെങ്കിലും ഈ ശബ്ദം കിടരോഗിയായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ മാറത്ത് പൊൻകച്ചക്കെട്ട് കർത്താവേ, ഹാബേലിന്റെ രക്തത്തെക്കാലം ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാവിലെ ഞങ്ങൾക്ക് തന്ന നല്ല വചനത്തിനായി സ്തോത്രം. ബഹുമാനമുള്ള തോമസ് അവர்களെയും തന്റെ കുടുംബത്തെയും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരെ കുടുംബങ്ങളെയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുമ്പോൾ പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം. യേശുവൻ അധികാരമുള്ള നാമത്തിൽ തന്നെ നല്ല കർത്താവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. നിങ്ങളിൽ ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. செட்டைகளை விரிக்கும் காலம், உயரங்களில் பறக்கும்
விட்டது. மதில்களை நான் தாண்டும் நேரம் வந்து விட்டது. உன்னதரின் மகிமை என் மேல் உதித்ததா, உயரங்களில் பறந்திடுவேன். உன்னதரின் மகிமை என் மேல் உதித்ததால் உயரங்களில் பறந்திடுவேன். மேலே உயரே 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 நான் பறப்பேன். 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 யேசபேலின் சத்தம் ஒன்று போனது, சூறை செடியின் நாட்கள் முடிந்து போனது. யேசபேலின் சத்தம் ஓய்ந்து போனது, சூறை செடியின் நாட்கள் முடிந்து